CPI ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. CPI ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം എന്ത് ലക്ഷ്യമാക്കിയാണ്? അതായത് സംസ്ഥാനത്ത് CPI സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് 14 ജില്ലകളിലെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നു. ചില ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായി. ആ പല സമ്മേളനങ്ങളിലും CPIന്റെ ശക്തി കേന്ദ്രമായ കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും അടക്കം കോട്ടയത്ത്, തിരുവനന്തപുരത്തെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. സർക്കാരിനെതിരെ മാത്രമല്ല, സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സ്വന്തം പാർട്ടി നേതാക്കന്മാർക്കെതിരെ, അതായത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെ ശക്തമായ വിമർശനം സമ്മേളന പ്രതിനിധികളിൽ നിന്നും ഉയരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് ഇടതുമുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തു വരണമെന്നാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുകയാണ്. CPI മന്ത്രിമാരെയും അല്ലെങ്കിൽ CPI നേതൃത്വത്തെയും മുഖവിലക്കെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇടതുപക്ഷ സർക്കാർ എന്ന ലൈനിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറിയതിന്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായ ദയനീയമായ പരാജയമെന്ന് മനസ്സിലാക്കാൻ പോലും CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിയുന്നില്ല. അത് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയൂ എന്നാണ് CPI നേതാക്കൾ വിമർശിക്കുന്നത്. മറ്റൊരു വിമർശനം, CPI മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ ഫണ്ട് അനുവദിക്കാതെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CPM ആണ്. ആ ധനകാര്യ വകുപ്പ് മറ്റു വകുപ്പുകൾക്ക്, CPI മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണമായി എടുത്തു കാട്ടുന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CPI ആണ്. CPI ആ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ, ആ വകുപ്പ് വിലക്കയറ്റം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ വിലക്കയറ്റത്തിനെതിരെ എന്തെങ്കിലും ഒരു സഹായം ജനങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, സിവിൽ സപ്ലൈസ് വകുപ്പിനെ ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കണം. എന്നാൽ അത്തരത്തിൽ ഫണ്ട് അനുവദിക്കാൻ പോലും കഴിയാതെ CPI മന്ത്രിമാരുടെ വകുപ്പുകളെ നിരന്തരമായി സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നു. സംസ്ഥാന സർക്കാർ അല്ല, CPM അവഗണിക്കുന്നു. കൂടാതെ CPM മന്ത്രിമാർ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്കെടുക്കാൻ പോലും CPM നേതൃത്വം തയ്യാറാകുന്നില്ല എന്നാണ് സമ്മേളന പ്രതികൾ തുറന്നടിക്കുന്നത്. കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഒരു പടി കൂടി കടന്ന് അവർ പറയുന്നത്, കേരള കോൺഗ്രസ് മാണി വിഭാഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇടതുമുന്നണിയിലെത്തുന്നത്. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരാളില്ലാ പാർട്ടിയാണ്. അണികൾക്കിപ്പോഴും ജോസ് കെ മാണിയോടൊപ്പം വന്ന അണികൾക്കിപ്പോഴും UDFന്റെ മനസ്സാണെന്നും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് M മത്സരിച്ച കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ദയനീയ പരാജയം. തൊട്ടടുത്ത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPI വിമർശിക്കുന്നത്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് തങ്ങൾ എന്നാണ് കേരള കോൺഗ്രസിന്റെ അഹംഭാവം. പക്ഷേ CPI തന്നെയാണ് ഇപ്പോഴും മുന്നണിയിലെ യഥാർത്ഥ കക്ഷിയെന്ന് കേരള കോൺഗ്രസ് തിരിച്ചറിയണമെന്നും ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിക്കുകയാണ്. CPM പലപ്പോഴും കോട്ടയം ജില്ലയിൽ അടക്കം CPIക്ക് കൃത്യമായ അർഹമായ പ്രാതിനിധ്യം നൽകുന്നില്ല, അല്ലെങ്കിൽ പരിഗണന നൽകുന്നില്ല എന്നും CPI അംഗങ്ങൾ തുറന്നടിക്കുകയാണ്. മറ്റൊന്ന് സ്വന്തം പാർട്ടി നേതൃത്വത്തിനെതിരെയാണ്. പാർട്ടിക്കകത്ത് ബിനോയ് വിശ്വത്തിന്റെ ഏകാധിപത്യമാണ് നടക്കുന്നത്. ബിനോയ് വിശ്വമാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടറി. നേരത്തെ PK വാസുദേവൻ നായരെ പോലെ, വെളിയം ഭാർഗവനെ പോലെയുള്ള MN പോലെയുള്ള നേതാക്കന്മാർ കൈകാര്യം ചെയ്ത സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് ബിനോയ് വിശ്വം എത്തുമ്പോൾ ആ ബിനോയ് വിശ്വത്തിന്റെ കീഴിൽ സംഘടനയ്ക്കകത്ത് വലിയ തരത്തിലുള്ള വിഭാഗീയതയാണുള്ളത്. ആ വിഭാഗീയതയ്ക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത്. കൃത്യമായ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ CPI നേതൃത്വത്തിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ CPMന്റെ മേൽക്കോയ്മയ്ക്ക്, CPMന്റെ അഹങ്കാരത്തിന്, CPMന്റെ വല്യേട്ടൻ മനോഭാവത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ലെന്നും, ബിനോയ് വിശ്വം CPMന്റെ ഏറാൻ മൂളികളെ പോലെ പ്രവർത്തിക്കുകയാണെന്നും അതിന് ഒരു പറ്റ നേതാക്കന്മാർ, അതായത് ബിനോയ് വിശ്വത്തിന്റെ ചുറ്റും നിൽക്കുന്ന നേതാക്കന്മാർ അദ്ദേഹത്തെ ആ രൂപത്തിൽ കൊണ്ടെത്തിച്ചെന്നും നേതാക്കന്മാർ സമ്മേളന പ്രതിനിധികൾ തുറന്നടിക്കുന്നു. പ്രായപരിധി പാർട്ടിക്കകത്ത് കൊണ്ടുവന്നത് K ഇസ്മയിലിനെ പോലെയും C ദിവാകരനെ പോലെയുമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ, CPIയുടെ മുതിർന്ന നേതാക്കന്മാരെ വെട്ടിനിരത്തി ബിനോയ് വിശ്വത്തിനെ പോലെയുള്ള CPMന് വിധേയരായി നിൽക്കുന്ന, അല്ലെങ്കിൽ CPMന്റെ വാക്കുകൾക്ക് മറുവാക്ക് പറയാത്ത ആളുകളെ നേതൃതലത്തിലേക്ക് കൊണ്ടുവരാനാണെന്നും CPI സമ്മേളന പ്രതികൾ തുറന്നടിക്കുകയാണ്. ഇത് കേവലം ഒരു ജില്ലാ സമ്മേളനത്തിലല്ല എന്നതാണ്
ഏറ്റവും ഒരു വസ്തുതയായി നിലനിൽക്കുന്നത് മുഴുവൻ ജില്ലാ സമ്മേളനങ്ങളും ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന സർക്കാരിനും CPM നേതൃത്വത്തിനുമെതിരെ CPIയുടെ പ്രതിനിധികൾ തുറന്നടിക്കുന്നു. AYF-നകത്തും ASF-നകത്തുള്ള നേതാക്കന്മാർ സമ്മേളനത്തിൽ പ്രതിനിധികളായി എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിക്കുന്നതാണ് CPI സമ്മേളനം, ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമ്മേളനത്തിനകത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധമുണ്ട്. KE ഇസ്മായിലിനെ പോലെ C ദിവാകരനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല ജില്ലകളിലും പാലക്കാട് ജില്ലയിൽ അടക്കം വിഭാഗീയത പ്രശ്നം രൂക്ഷമായിട്ട് പോലും ആ വിഭാഗീയതയിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഈ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഒരു വലിയ വിഭാഗം പ്രവർത്തകന്മാർ CPIയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഈ സമ്മേളനങ്ങളിൽ ബിനോയ് വിശ്വത്തിന് നേരെ ഉയരുന്ന ആക്ഷേപങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഉയരുന്ന പരിഹാസങ്ങളും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIയുടെ വിമർശനം CPM-നെ ചൊടിപ്പിക്കുമോ? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം നടക്കുന്ന സാഹചര്യങ്ങളിൽ സമ്മേളന പ്രതിനിധികൾ വിവിധങ്ങളായ വിഷയങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കും. പല അഭിപ്രായങ്ങളും ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് ചോർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങൾക്ക് അവരവിടെ ഉണ്ടാക്കും. അത്തരത്തിലാണ് സമ്മേളനത്തിനകത്ത് ദീപരഹസ്യമായി നടക്കുന്ന സമ്മേളനത്തിലെ ചർച്ചകളുടെ വിശദാംശങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഈ മാധ്യമങ്ങൾ ഇത് പുറത്തുവിടുമ്പോൾ വലിയ വാർത്തയാകുന്നു. എന്തായാലും CPI സമ്മേളനങ്ങളിലെ CPM നേതാക്കന്മാർക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അടക്കം ഉയർന്ന വിമർശനങ്ങൾ സ്വാഭാവികമായും CPM-നെ ചൊടിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പലപ്പോഴും CPM-നെതിരെ CPI പറയുന്നത് വല്യേട്ടൻ മനോഭാവം ഇടതുമുന്നണിക്കകത്ത് കാണിക്കേണ്ട സാഹചര്യമില്ല. CPM-നെ പോലെ തന്നെ സംഘടനാപരമായി ഊർജമുള്ള സംഘടനയാണ് CPI. അതുകൊണ്ട് CPM-ന്റെ ആ ഉരുക്കുമുഷ്ടി തങ്ങൾക്ക് നേരെ വേണ്ട എന്ന് പലപ്പോഴും CPI പറയാറുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPM മന്ത്രിമാർക്കെതിരെയും CPM നേതൃത്വത്തിനെതിരെയും CPI സമ്മേളന പ്രതികൾ വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും CPM-നെ ഇത് ചൊടിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ 2026 ഏപ്രിലോടുകൂടി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ CPIയെ ചൊടിപ്പിക്കാൻ അല്ലെങ്കിൽ CPIക്കെതിരെ ഒരു പരസ്യമായ വിമർശനം ഉന്നയിക്കാൻ അല്ലെങ്കിൽ CPIയിലെ ജില്ലാ സമ്മേളനങ്ങളിലെ ചർച്ചകൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ CPM നേതൃത്വം തയ്യാറാകില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ്. ആ സെമി ഫൈനലിൽ പരമാവധി സീറ്റുകളിൽ വിജയിച്ചു കയറുക എന്നതാണ് CPM-ന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആരെയും വെറുപ്പിക്കാതെ അല്ലെങ്കിൽ ആരോടും ഒരു ശത്രുതാ മനോഭാവം വെച്ചു പുലർത്താതെ മുന്നണിയെ ഒറ്റക്കെട്ടായി നയിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്നാണ് CPM-ന്റെ നിലവിലെ ലക്ഷ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് CPI സമ്മേളനങ്ങളിലെ വിമർശനങ്ങളോട് കടുത്ത അപ്രീതിയുണ്ട് അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധമുണ്ട്. എന്നാൽ പരസ്യമായി അവർ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ തയ്യാറാവില്ല. അവിടെയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം CPI കൂടുതൽ നിയമസഭാ സീറ്റുകൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം നിയമസഭാ സീറ്റുകൾ സ്വാഭാവികമായും CPM അനുവദിച്ച് നൽകാനുള്ള സാധ്യതയൊന്നും നിലവിൽ കാണുന്നില്ല. പരമാവധി മൂന്നാം വട്ടവും ഭരണത്തിലേക്ക് എത്തുക, തുടർച്ചയായി മൂന്നാം വട്ടവും ഭരണത്തിലേക്ക് എത്തുക എന്നാണ് CPM-ന്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പോൾ നിലവിൽ CPI എന്ത് ആട്ടും തുപ്പും നടത്തിയാലും അത് സഹിച്ച് പരമാവധി പിടിച്ചു നിൽക്കാനാണ് CPM-ന്റെ തീരുമാനം. സമൂഹ മാധ്യമങ്ങളിലടക്കം CPIക്കെതിരായ വിമർശനം കടുപ്പിക്കേണ്ടെന്ന് പാർട്ടിയുടെ സൈബർ പോരാളികൾക്ക് CPM നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി സംയമനം പാലിക്കാനാണ് CPM നേതൃത്വം DYFI-ക്കാർക്കും SFI-ക്കാർക്കും എല്ലാം നൽകിയ നിർദ്ദേശം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം ഈ വിഷയങ്ങളെല്ലാം പ്രതികരണമുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ CPIയുടെ വിമർശനങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. CPI നേതാക്കളും കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിനൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ ആരും മുതിരില്ല. പക്ഷേ നിലവിൽ CPM നേതാക്കന്മാരും CPI നേതാക്കന്മാരും പറയുന്നത് ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, ഇത്തരത്തിൽ വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം CPM-നെ എടുത്തൊടുക്കുകയാണ് ഈ CPI സമ്മേളനത്തിൽ. അത് ഒരു ജില്ലാ സമ്മേളനത്തിലല്ല, കാസർഗോഡ് മുതലുള്ള മുഴുവൻ ജില്ലാ സമ്മേളനങ്ങളും ഇതുവരെ പൂർത്തീകരിച്ച മുഴുവൻ ജില്ലാ സമ്മേളനങ്ങളും സമാനമായ അവസ്ഥയാണ് നേരിടുന്നത്. സെപ്റ്റംബർ മാസം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ സംസ്ഥാന സമ്മേളനത്തിലും വലിയ തരത്തിലുള്ള വിമർശനം സമ്മേളന പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ CPI ഇടതുമുന്നണിക്ക് അകത്ത്
കടുത്ത അസംതൃപ്തിയിലാണ്, അതൃപ്തിയിലാണ്. പക്ഷെ ആ അതൃപ്തി ഒരു പൊട്ടലോടുകൂടി പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് കണ്ടറിയാനുള്ള കാര്യം.